ബൈബിളിലെ നക്ഷത്രങ്ങൾ ഇന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നതെന്താ? മിക്കവാറും ആ ക്രിസ്മസ് കഥയിലെ നക്ഷത്രമായിരിക്കും അല്ലേ? പക്ഷേ ഈ തിളങ്ങുന്ന ഗോളങ്ങൾക്ക് പിന്നില് അതിലും വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ ആ രഹസ്യങ്ങളുടെ ലോകത്തേക്കാണ് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ബൈബിൾ അനുസരിച്ച് നക്ഷത്രങ്ങൾ വെറും കത്തിജ്വലിക്കുന്ന ഗോളങ്ങൾ മാത്രമല്ല, അവ പ്രത്യാശയുടെ പ്രതീകമാണ്, വിശ്വസ്തതയുടെ പ്രതീകമാണ്, എന്തിന് ഒരു വലിയ പ്രപഞ്ച യുദ്ധത്തിന്റെ തന്നെ അടയാളങ്ങളാണ്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ബൈബിളിലെ അവസാന പുസ്തകത്തിൽ നിന്നുള്ള ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. യേശു സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു രാജാവെന്നോ ഒരു യോദ്ധാവെന്നോ ഒന്നുമല്ല, പകരം പ്രഭാപൂർണമായ ഉദയനക്ഷത്രമെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിശേഷണം? എന്തുകൊണ്ടായിരിക്കും അത് അത്രയും ശക്തമായൊരു ഉപമയാകുന്നത്? നമുക്ക് നോക്കാം. അതെ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും വ്യക്തമാവുന്നത്. വെറുമൊരു നക്ഷത്രമല്ല, ഉദയനക്ഷത്രം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണ്ടുകാലത്ത് പുലർച്ചെ അവസാനം വരെ ആകാശത്ത് തിളങ്ങി നിന്ന് ഇതാ പുതിയൊരു ദിവസം വരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നക്ഷത്രമായിരുന്നു അത്. അതുപോലെ തന്നെയാണ് യേശുവും. എല്ലാ ഇരുട്ടിനെയും മാറ്റി പുതിയൊരു പ്രഭാതത്തിന്, ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടം. അപ്പോ കഥ ഇവിടെ തീരുന്നില്ല. ആകാശത്ത് ആ ഒരൊറ്റ ഉദയനക്ഷത്രം മാത്രമല്ല തിളങ്ങുന്നത്. ബൈബിൾ പറയുന്നതനുസരിച്ച് ആ പ്രധാന നക്ഷത്രത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് തിളങ്ങുന്ന കോടിക്കണക്കിന് ചെറിയ നക്ഷത്രങ്ങൾ കൂടിയുണ്ട്. അതാരാണെന്നറിയാമോ? അവരാണ് വിശ്വാസികൾ. ഇത് ബൈബിളിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വാഗ്ദാനങ്ങളിലൊന്നാണ്, അല്ലേ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, മുകളിലേക്ക് നോക്കൂ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. എന്നിട്ട് പറയുന്നു, അതുപോലെ എണ്ണാൻ കഴിയാത്ത അത്ര വലുതായിരിക്കും നിന്റെ തലമുറ. ഇത് വെറുമൊരു കണക്കല്ല, ഇതൊരു വലിയ സമൂഹത്തിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. അതെ, ആ ഒരൊറ്റ വാക്ക്, എണ്ണമറ്റത്. ആ വാഗ്ദാനത്തിന്റെ വലിപ്പം മുഴുവൻ ആ വാക്കിലുണ്ട്. ഒറ്റൊരാളിൽ നിന്ന് തുടങ്ങി ഒരു മണൽത്തരി പോലെ ചെറുതായി തുടങ്ങി ആകാശം മുഴുവൻ നിറഞ്ഞു കത്തുന്നൊരു നക്ഷത്ര സമൂഹമായി മാറുന്ന ആ ഒരു കാഴ്ച, അത്രയും വലുതായിരിക്കും വിശ്വാസികളുടെ സമൂഹമെന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ വിശ്വാസികൾ വെറുതെ ആകാശത്ത് മിന്നിത്തിളങ്ങുകയല്ല ചെയ്യുന്നത്. അവർക്കൊരു ദൗത്യമുണ്ട്. ഡാനിയലിന്റെയും ഫിലിപ്പിയരുടെയും പുസ്തകങ്ങളിൽ പറയുന്നതുപോലെ ഈ ലോകമാകുന്ന ഇരുട്ടിൽ പ്രകാശിക്കുന്ന ജ്യോതിസ്സുകളാണവർ. അതായത് അവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വഴികാട്ടുന്ന ഒരു വെളിച്ചമായി മാറണം. അതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. പക്ഷേ ഒരു നിമിഷം, ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളും നന്മയുടെ വെളിച്ചമല്ല പരത്തുന്നത്. ചില നക്ഷത്രങ്ങളുണ്ട്, അവ വഴിതെറ്റിപ്പോയി, താഴേക്ക് വീണുപോയി. അതെ, ഈ കഥയ്ക്കൊരു ഇരുണ്ട വശം കൂടിയുണ്ട്. ഇനി നമുക്ക് ആകാശയുദ്ധത്തിലെ ആ എതിർപക്ഷത്തേക്ക് ഒന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ നാഗദമനം എന്ന പേരുള്ളൊരു നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭയപ്പെടുത്തുന്നൊരു പ്രതീകമാണത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആകാശത്തുനിന്ന് ഒരു വലിയ നക്ഷത്രം ഭൂമിയിലേക്ക് വീഴുന്നു. അത് വീഴുന്ന ശുദ്ധജല സ്രോതസ്സുകളെയെല്ലാം കൈപ്പുള്ള വിഷമാക്കി മാറ്റുന്നു. ഇത് ശരിക്കും സാറ്റാന്റെ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. അതായത് നന്മയുള്ളതിനെ നശിപ്പിച്ച് എല്ലായിടത്തും കയ്പും നാശവും വിതയ്ക്കുന്ന ഒരു ശക്തി. നാഗദമനം മാത്രമല്ല കേട്ടോ, തിന്മയുടെ സൈന്യത്തിലെ വേറൊരു വീണുപോയ നക്ഷത്രം കൂടിയുണ്ട്. പേര് അബദ്ദോൺ. അർത്ഥം നശിപ്പിക്കുന്നവൻ. പാതാളത്തിന്റെ താക്കോല് അവന്റെ കയ്യിലാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. തിന്മയ്ക്ക് ഒരൊറ്റ മുഖമല്ല, പല രൂപത്തിൽ പല രീതിയിൽ നാശം വിതയ്ക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തിയാണത്. അപ്പോ ഇപ്പൊ നമ്മൾ രണ്ട് പക്ഷത്തെയും കണ്ടുകഴിഞ്ഞു, പ്രകാശത്തിന്റെ നക്ഷത്രങ്ങളെയും ഇരുട്ടിന്റെ നക്ഷത്രങ്ങളെയും. ഇനി ഈ നക്ഷത്രങ്ങളെല്ലാം ഒരുമിച്ചേറ്റുമുട്ടുന്ന ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് നമുക്ക് പോകാം. ഇത് വെറുമൊരു ചെറിയ പോരാട്ടമല്ല, സ്വർഗത്തിൽ വെച്ച് നടന്ന ഒരു മഹാപ്രപഞ്ച യുദ്ധത്തിന്റെ കഥയാണിത്. ഈ യുദ്ധത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നറിയാമോ? വെളിപാട് പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: മഹാസർപ്പം അവന്റെ ഭീമാകാരമായ വാലുകൊണ്ട് ആകാശത്തിലെ 1/3 നക്ഷത്രങ്ങളെ തൂത്തുവാരി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഈ നക്ഷത്രങ്ങൾ ആരായിരുന്നു? ദൈവത്തിനെതിരെ തിരിഞ്ഞ ദൂതന്മാർ. സ്വർഗത്തിലെ ആദ്യത്തെ വലിയ കലാപം അതായിരുന്നു. അങ്ങനെ ആ വലിയ യുദ്ധത്തിലെ രണ്ട് സൈന്യങ്ങളും മുഖാമുഖം വരികയാണ്. ഒരു വശത്ത് പ്രധാന ദൂതനായ മിഖായേലും അവന്റെ കൂടെ ഉള്ളവരും, അതായത് പ്രകാശത്തിന്റെ സൈന്യം. മറുവശത്ത് ആ മഹാസർപ്പവും അവന്റെ കൂട്ടാളികളും, അതായത് ഇരുട്ടിന്റെ സൈന്യം. സ്വർഗം തന്നെ ഒരു യുദ്ധക്കളമായി മാറിയ ആ നിമിഷം. ഈ സ്വർഗത്തിലെ യുദ്ധത്തിന്റെയൊക്കെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ അവിടെ നടന്ന കാര്യമല്ലേ, എനിക്കിതുകൊണ്ട് എന്ത് കാര്യമെന്ന്. പക്ഷേ ഈ പോരാട്ടം ആകാശത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല.
അത് ഇന്നും തുടരുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. നമ്മൾ കണ്ടത് ശരിക്കും ഒരു വലിയ പ്രപഞ്ചചിത്രമാണല്ലേ? അതിൽ ഏറ്റവും തിളക്കമുള്ള ഉദയനക്ഷത്രമായി യേശു നിൽക്കുന്നു. അതിന്റെ വെളിച്ചം പ്രതിഫലിപ്പിച്ച് എണ്ണമറ്റ നക്ഷത്രങ്ങളായി വിശ്വാസികൾ. പിന്നെ ആകാശത്തുനിന്നു വീണുപോയ നാശം വിതയ്ക്കുന്ന നാഗദമനം പോലുള്ള നക്ഷത്രങ്ങൾ. ഇവരെല്ലാം ഈ വലിയ കഥയിലെ ഓരോ പ്രധാന കഥാപാത്രങ്ങളാണ്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ബൈബിളിൽ ഒരു നക്ഷത്രമെന്ന് പറയുമ്പോൾ അത് വെറുമൊരു ആകാശഗോളമല്ല. അത് നന്മയും തിന്മയും തമ്മിലുള്ള, അല്ലെങ്കിൽ പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പിന്റെ അടയാളമാണ്. ഓരോ നക്ഷത്രത്തിനും ഒരു പക്ഷമുണ്ട്. അതുകൊണ്ട് ഈ വലിയ പ്രപഞ്ച നാടകത്തിൽ, ഈ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും സ്ഥാനം എവിടെയാണ്? നമ്മൾ ഏത് പക്ഷത്താണ്? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങളുടെ വെളിച്ചം അതെങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രകാശിക്കാൻ പോകുന്നത്?